നമസ്കാരം. സ്ത്രീകളുടെ ചെലവിൽ ഒരു ചതി, അതാണ് മോദി സർക്കാർ കൊണ്ടുവരുന്ന വനിതാ സംവരണ ബിൽ. നിയമമാക്കാൻ വേണ്ടി അവർ ഇന്നലെ അവതരിപ്പിച്ച ബിൽ. എന്താണ് ഈ ബില്ലിന്റെ പിന്നിലുള്ള ചതി? നമ്മൾ ഈ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത്. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ആകെ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം ഇതിന് ഒപ്പം വരുന്നതാണ് ഈ ചതിയുടെ ഏറ്റവും വലിയ നമ്മളെ കാണരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉടനെ നിങ്ങൾ സ്ത്രീകൾക്കെതിരാണ്, സ്ത്രീ സംവരണത്തിന് എതിരാണ് എന്ന് ആഖ്യാനം സൃഷ്ടിക്കുകയാണ് നരേന്ദ്രമോദി മുതൽ കെ സുരേന്ദ്രൻ വരെ BJPയുടെ ഓരോ നേതൃത്വവും ചെയ്യുന്നത്. ഇത് നിയമമാകുന്നതോടെ ജനാധിപത്യ ഇന്ത്യയിൽ സമഗ്രാധിപത്യത്തിൽ BJP ഒരുക്കുന്ന വലിയൊരു കെണി യാഥാർത്ഥ്യമാകും. എന്തുകൊണ്ടാണ് ഈ വിമർശനം? ഉത്തരേന്ത്യയുടെ കോളനിയായി ദക്ഷിണേന്ത്യ മാറും എന്നതടക്കമുള്ള വിമർശനങ്ങൾ നമുക്ക് വിശദീകരിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ സീറ്റുകളുടെ എണ്ണവും വർധനയുടെ അനുപാതവും ഓരോ പ്രാതിനിധ്യ സ്വഭാവവും എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ചതിയുടെ ആഴം മനസ്സിലാകും. ആദ്യം ജനസംഖ്യാനുപാതികമായി സീറ്റ് വർധന എന്ന് പറഞ്ഞവർ ഇപ്പോൾ അത് മാറ്റി. ജനസംഖ്യാടിസ്ഥാനത്തിലല്ല, 50% ആനുപാതിക വർധന എന്ന് തിരുത്തി. എന്നാൽ അതിലും ഈ ചതി നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്, സീറ്റുകൾ 850 ആകുമ്പോൾ അതിൽ ദക്ഷിണേന്ത്യയുടെ വിഹിതം വെറും 195 മാത്രമായി മാറും. ഉത്തരേന്ത്യയുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള കുതന്ത്രം. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 50% സീറ്റ് വർധന വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം ഉത്തരേന്ത്യയിലെ സീറ്റ് വർധനയുടെ കണക്ക് നോക്കാം. ഒന്ന്, ഉത്തർപ്രദേശ്. 80 സീറ്റാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഉള്ളത്, അത് 120 ആകും. മഹാരാഷ്ട്ര 48 ഉള്ളത് 72 ആകും. ബംഗാളിൽ 42 ഉള്ളത് 63 ആകും. ബീഹാറിൽ 40 ഉള്ളത് 60 ആകും. ഗുജറാത്തിൽ 26 ഉള്ളത് 39 ആകും. മധ്യപ്രദേശിൽ 29 ഉള്ളത് 44 ആകും. ഹരിയാനയിൽ 10 ഉള്ളത് 15 ആകും. ജാർഖണ്ഡിൽ 14 ഉള്ളത് 21 ആകും. പഞ്ചാബിൽ 13 ഉള്ളത് 20 ആകും. ഒഡീഷയിൽ 21 ഉള്ളത് 32 ആകും. അസമിൽ 14 ഉള്ളത് 21 ആകും. ഛത്തീസ്ഗഡിൽ 11 ഉള്ളത് 17 ആകും. ഇതാണ് കണക്ക്. ഇനി ദക്ഷിണേന്ത്യയിലെ കണക്ക് കൂടി നോക്കാം. അമിത്ഷാ വച്ച കണക്ക് തന്നെ നോക്കാം. കർണാടകയിൽ 28 ഉള്ളത് 42 ആകും. ആന്ധ്രാപ്രദേശിൽ 25 ഉള്ളത് 38 ആകും. തെലങ്കാനയിൽ 17, 26 ആകും. തമിഴ്നാട്ടിൽ 39 ഉള്ളത് 59 ആകും. കേരളത്തിൽ 20 ഉള്ളത് 30 ആകും. ആകെ 125 ആണ് ദക്ഷിണേന്ത്യയിൽ ഈ കണക്ക് പ്രകാരമുള്ളത്. അത് 195 ആകും. അതായത് ദക്ഷിണേന്ത്യയിലും കൂടും, ഉത്തരേന്ത്യയിലും കൂടും. എന്നാൽ ഉത്തരേന്ത്യയുടെ കൂടൽ അവരുടെ ആധിപത്യവും കൂട്ടും എന്നർത്ഥം. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇതുകൊണ്ട് BJPക്ക് മറ്റൊരു തന്ത്രം കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു തരത്തിലും സാധിക്കാത്ത ദക്ഷിണേന്ത്യയിലേക്കുള്ള കടന്നുകയറ്റം സാധിച്ചെടുക്കുക എന്ന തന്ത്രം. ഉദാഹരണത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്കുള്ള ഏറ്റവും വലിയ തടസ്സം അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. അവരെ ഏതൊക്കെ പണിയെടുത്താലും ഒന്ന് കിട്ടിയാൽ അത് അടുത്ത പ്രാവശ്യം പോകും എന്നുള്ള സ്ഥിതിയാണ്. നിയമസഭയിൽ പോലും ഇതാണ് അവസ്ഥ. ഇത് മാറ്റാൻ അവർ മണ്ഡലങ്ങൾ പൊളിച്ച് മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സീറ്റുകൾ വിഭജിക്കുക, പുതിയതുണ്ടാക്കുക, അങ്ങനെ പ്രത്യേക പോക്കറ്റുകൾ സൃഷ്ടിക്കുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നത് പോലെ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ അതുവഴി അവർക്ക് കഴിയും എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദാംശം ഏറ്റവും ഗൗരവത്തിൽ പരിഗണന അർഹിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ അതിൻ്റെ വിശദാംശം നോക്കാം. CN രാംദാസ് അത് വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ തങ്ങളുടെ പോക്കറ്റുകൾക്കനുസൃതമായി മണ്ഡലങ്ങളുടെ വിസ്തൃതി കുറയാനും അതിനൊപ്പം അതിരുകൾ പുനർനിർണയിച്ചാൽ അധിക മേധാവിത്വം നേടാനും അധികാരത്തിലുള്ളവർക്ക് കഴിയും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ വിജയിക്കുന്നത് നഗരത്തിന് പുറത്ത് നെയ്യാറ്റിൻകര, പാറശാല പോലുള്ള മണ്ഡലങ്ങളുടെ വോട്ട് കൊണ്ടാണ്. എന്നാൽ അത് വേറെ ഒരു മണ്ഡലമാവുകയും നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, കാട്ടാക്കടയൊക്കെ ചേർന്ന് മറ്റൊരു ലോക്സഭാ മണ്ഡലം ഉണ്ടാവുകയും ചെയ്താൽ BJPക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാം. അതുപോലെ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മഞ്ചേശ്വരം, ഇവിടെ പൂഞ്ഞാറ്, തിരുവല്ല, പന്തളം എന്നിവിടങ്ങളിലൊക്കെ സീറ്റുകൾ ഈ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പോക്കറ്റുകളാക്കി മാറ്റിയാൽ BJPക്ക് നേടാൻ കഴിയും. അപ്പോൾ കേരളത്തിലെ ശതമാനം മുമ്പത്തെ തന്നെ ആയാലും BJPക്ക് അതിൽ സീറ്റ് വർധന ഉണ്ടാക്കാൻ, സീറ്റ് നേടാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറാനുള്ള സൗകര്യം ചെയ്യാൻ കഴിയും. അതായത് നിലവിൽ ഉത്തരേന്ത്യയിലെ അപ്രമാദിത്വം ഊട്ടിയുറപ്പിക്കാം, അധികാരം കൈയടക്കാം. മറിച്ച് അവിടുത്തെ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ചുവടുവെപ്പ് പ്രതിപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങളിൽ കടന്നു കയറാനുള്ള ഒരു ചുവടുവെപ്പ് കൂടി സൃഷ്ടിക്കുന്നു. അത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിൻ്റെ തുടർച്ചയായി പഞ്ചായത്ത് കോർപ്പറേഷനുകൾ വിജയിക്കുന്നത് പോലെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും കടന്നു കയറാനുള്ള
ഒരു മാർഗമാണ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മണ്ഡലങ്ങളുടെ വിസ്തൃതി കുറക്കുക എന്നത്. ഇത്തരത്തിൽ ഒറ്റ നോട്ടത്തിൽ ആരെയും ആശയക്കുഴപ്പത്തിലാക്കാവുന്ന, എതിരാളികൾക്ക് ആവശ്യത്തിലധികം ബഹുമാനം നൽകുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രതീതിയോടെയാണ് അവർ തങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ഒരു സ്ത്രീ നയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധത്തിൽ വനിതാ സംവരണ ബിൽ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ നിയമത്തിൻ്റെ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ അത് വനിതാ സംവരണത്തിന് എതിരായ നീക്കമാണ് എന്ന് ആഖ്യാനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. ഇന്നലെ നരേന്ദ്രമോദി അടക്കം സഭയിൽ സംസാരിക്കുമ്പോൾ ഈ തന്ത്രം പയറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം നിയമസഭയിലേക്ക് അടക്കം വരുന്ന ഈ മാറ്റത്തിൻ്റെ യഥാർത്ഥ അന്തർധാര എന്ന് പറയുന്നത് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതുള്ളതിനൊപ്പം BJPക്ക് ആധിപത്യമുള്ള പോക്കറ്റുകൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ സമഗ്രാധിപത്യം എന്നേക്കുമായി നിലനിർത്തുക എന്ന തന്ത്രം, അത് നമ്മൾ നേരത്തെ പല സമയങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ പുട്ടിനൊക്കെ റഷ്യയിൽ ഭരിക്കുമ്പോൾ എക്കാലവും അവിടുത്തെ സമഗ്രാധിപത്യത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് സമഗ്രാധിപത്യത്തിൻ്റെ നിരന്തരമായ ഭരണത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മുന്നോട്ട് പോവുക, ജനാധിപത്യ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഭരിക്കാനുള്ള ഒരു തന്ത്രം ഇതാണ് പയറ്റുന്നത്. അതിൻ്റെ ഈ പഴുതുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ തന്ത്രത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ ഉടനെ അത് വനിതകൾക്ക് എതിരായ നീക്കമാണ്, നാരീശക്തിക്കെതിരായ നീക്കമാണെന്ന് ആഖ്യാനം സൃഷ്ടിക്കുക. അതിലൊരു പരിധിവരെ BJP വിജയിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. കാരണം ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വനിതാ സംവരണം എന്നുള്ള ഗൗരവമേറിയ ചർച്ചയ്ക്ക് പോലും വഴിവെക്കാതെ ഇതിൻ്റെ പ്രശ്നത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അവിടെ വനിതാ സംവരണത്തിൻ്റെ തോത് പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആനുപാതികമായി പോലും വനിതകൾക്ക് സീറ്റ് ഈ സംവരണത്തിൽ, ഈ സീറ്റുകളുടെ നിലയിൽ കൊടുക്കില്ല, അവർക്ക് പ്രത്യേകമായി കുറച്ച് സീറ്റ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് കൂടുതലാണ് എന്ന് വരുത്തിക്കൊണ്ട് വനിതാ സംവരണം എന്ന ആഖ്യാനം സൃഷ്ടിക്കുക, അതിനെതിരാണ് എല്ലാവരും എന്ന് പറയുക. ഈ സാഹചര്യത്തിൽ ഇനി ഈ ചതിയെക്കുറിച്ച് മാതൃഭൂമി മുഖപ്രസംഗം ഇന്ന് എഴുതിയത് ശ്രദ്ധേയമാണ്. മുഖപ്രസംഗത്തിലെ അവസാനത്തെ വരി ഞാൻ മാത്രം വായിക്കാം. വനിതകളുടെ ചെലവിൽ ഒരു ചതി. വനിതാ സംവരണം എന്ന മനോഹരമായ വാഗ്ദാനത്തിൻ്റെ മറവിൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒളിച്ചു കടത്താനാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മണ്ഡല പുനർനിർണയം സംബന്ധിച്ച തീരുമാനങ്ങൾ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവില്ലെന്ന വ്യവസ്ഥ കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരുമ്പോൾ ചതിയുടെ ചിത്രം കൂടുതൽ വ്യക്തമാകും എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതി നിയമം ആയതുകൊണ്ട് ഈ സാഹചര്യം പ്രധാനമാണ്. പക്ഷേ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് വനിതാ സംവരണ ബിൽ പാസ്സാകാൻ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം വേണം എന്നുള്ള സാഹചര്യം കൂടിയാണ്. അതുകൂടി നമുക്ക് നോക്കാം. BJPക്കോ NDAക്കോ മാത്രമായി അതുകൊണ്ട് തന്നെ ഈ ബിൽ പാസ്സാക്കാൻ കഴിയില്ല. പ്രതിപക്ഷം പിന്തുണയ്ക്കുകയോ ഏതെങ്കിലും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ പിന്തുണ ലഭിക്കുകയോ ചെയ്താലേ നിയമം നടപ്പാകൂ. സീറ്റ് കണക്ക് നോക്കിയാൽ ലോക്സഭയിൽ NDAക്ക് 293 സീറ്റുണ്ട്, അതായത് 54%. പ്രതിപക്ഷത്തിന് 233 സീറ്റ്, കോൺഗ്രസിന് 98. ഇരുവിഭാഗത്തും ഇല്ലാത്തവർ 7 പേർ സ്വതന്ത്രർ, 7 പേർ YSR കോൺഗ്രസ്, മജ്ലിസ് പാർട്ടി, ശിരോമണി അകാലിദൾ എന്നിവയിലുമാണ്. ഇവർ ഇതുവരെ ബില്ലിന് പിന്തുണ അറിയിച്ചിട്ടുമില്ല. അതായത് 2/3 ഭൂരിപക്ഷം ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ മുഴുവൻ അംഗങ്ങളും ഹാജരായി എന്ന് വെക്കുക. അങ്ങനെ ഹാജരായാൽ വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം വേണം. അതായത് 360 സീറ്റ് വേണം. അത് നിലവിൽ NDAക്ക് ലഭ്യമല്ല. നിലവിലെ സ്ഥിതി അനുസരിച്ച് അത് അങ്ങനെ പാസ്സാക്കുക പ്രായോഗികവുമല്ല. ലോക്സഭയിലെ 2 വലിയ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമാണ് NDAക്ക് ബില്ല് പാസ്സാക്കാൻ അവസരമൊരുങ്ങുക. അങ്ങനെ സാധ്യതയുള്ള കക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രതിപക്ഷത്ത് സമാജ്വാദി പാർട്ടിക്ക് 37 സീറ്റുണ്ട്, അവരൊരു കാരണവശാലും മാറില്ല. തൃണമൂൽ കോൺഗ്രസിന് 28 സീറ്റുണ്ട്, DMKക്ക് 22 സീറ്റുണ്ട്. ഇവയിൽ ഏതെങ്കിലും 2 പാർട്ടികൾ വിട്ടുനിന്നാൽ സംഗതി നടക്കും. നിലവിൽ അതിന് സാധ്യത ഇല്ല. എന്നാൽ ബംഗാളിൽ രാഹുൽ ഗാന്ധി മമതാ ബാനർജി അറസ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞ് ബഹളമാണ്. കേരളത്തിൽ വന്ന് പിണറായി വിജയനെ അകത്താക്കണം എന്ന് പറഞ്ഞ മോഡിൽ തന്നെ അവിടെ പോയിട്ടും പറയുന്നുണ്ട്. മോദിക്ക് അവരുടെ മുഖ്യ എതിരാളിയെ കുടുക്കാൻ രാഹുൽ ബംഗാളിൽ വലയിട്ട് കൊടുക്കുകയാണ്, രാഹുലും കോൺഗ്രസും. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന ആരോപണം മമതയ്ക്കുണ്ട്. അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഒരുമയിൽ വിള്ളൽ ഉണ്ടാക്കുന്നു എന്ന ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യയായ നേതാവിനെ, മമതാ ബാനർജിയെ, പഴയ കേസും പറഞ്ഞ് BJPയുടെ ഏജൻസിക്ക് മുന്നിൽ കൊത്തിബലിക്കാൻ ഇട്ടുകൊടുക്കുന്നു.
അറസ്റ്റ് ചെയ്യാൻ ബഹളം വെക്കുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നായകത്വത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ പോക്കിൽ അവർക്ക് അതൃപ്തിയുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരുമിക്കാനുള്ള അവസരത്തിൽ അവരത് പ്രകടിപ്പിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. തൃണമൂൽ വിട്ടുനിന്നാൽ ഒരു പരിധിവരെ BJPക്ക് പിടിച്ചു നിൽക്കാം. ബാക്കി ചെറിയ കക്ഷികളെ ചാക്കിട്ടാൽ കാര്യം നടക്കും. മറ്റ് ഒരു കക്ഷിയെ കൂടി കിട്ടിയാൽ മതി. BJPക്ക് അപ്പോഴും പക്ഷേ ലോക്സഭയിൽ 240 അംഗങ്ങളെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ NDA ആകെ കൂട്ടിയാലും അതിലേക്ക് എത്തിക്കുക പ്രയാസമുണ്ട്. 2 വലിയ കക്ഷികൾ മാറി നിൽക്കണം. ഇനി BJPയുടെ കൂടെ NDAൻ്റെ കാര്യം എന്താണ്? സഖ്യകക്ഷികളായ TDPക്ക് 16ഉം JDUവിന് 12ഉം സീറ്റുകളാണ് ഉള്ളത്. ലോക്സഭയിൽ പാസ്സായാലേ രാജ്യസഭയിലേക്ക് പോവുള്ളൂ. രാജ്യസഭയിൽ NDAക്ക് 141 അംഗങ്ങളുണ്ട്. ആകെ സീറ്റുകളുടെ 58%. പ്രതിപക്ഷത്തിന് 83 സീറ്റ്. പൊതുവെ സർക്കാരിനൊപ്പം നിൽക്കാറുള്ള BRS, YSR, കോൺഗ്രസ്, BJD ഇവർക്കൊക്കെ കൂടി 16 സീറ്റ്. ഇവരുടെ പിന്തുണ ലഭിച്ചാലും 3/2 ഭൂരിപക്ഷമായ 163 വോട്ട് രാജ്യസഭയിലും കിട്ടില്ല. കോൺഗ്രസിന് 28, തൃണമൂൽ 13, AAP 10, DMK 8 എന്നിങ്ങനെയാണ് രാജ്യസഭയിലെ മറ്റ് പ്രതിപക്ഷങ്ങൾ. പിന്നെ CPM അടക്കം ഇടതുപക്ഷത്തിന് ഉള്ള 5ഓളം സീറ്റുകൾ. ഇങ്ങനെ ആണ് രാജ്യസഭയിലെ പ്രതിപക്ഷം. ചുരുക്കത്തിൽ പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാതെ BJPക്ക് ബില്ല് പാസ്സാക്കുക എളുപ്പമല്ല. തൃണമൂൽ വിട്ടുനിൽക്കുക, അതിന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവോളം മമതയെ കുരുക്കാനുള്ള വിദ്യകൾ ബംഗാളിൽ പയറ്റുന്നുണ്ട്. അതിൻ്റെ പ്രതിഷേധമായി വിട്ടുനിൽക്കാനുള്ള സാധ്യത എത്രത്തോളം എന്ന് മാത്രമാണ് ഇവിടെയുള്ളൊരു ചോദ്യം. ഇനി മമത വിട്ടുനിന്നാലും ചെറുകക്ഷികളെ കൂടി ചാക്കിലാക്കണം. തൃണമൂൽ മാത്രം വിട്ടുനിന്നുകൊണ്ട് കാര്യമില്ല. BJPയുടെ പതിവ് രീതി വെച്ച് അതൊക്കെ സിമ്പിളായി നടക്കുന്നതാണ് അവരുടെ ധാരണ. പക്ഷേ കഴിഞ്ഞ പാർലമെൻ്റ് അല്ല ഇത്തവണ. ഇവിടെ BJPക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതിന് പരിധികളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ സീറ്റ് കണക്കിൻ്റെ ഫ്ലോറിൽ നിന്ന് വേണം ചാക്കിടലിന് ഇറങ്ങിത്തിരിക്കാൻ. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് കാത്തിരുന്നറിയണം. എന്തായാലും ഇതൊരു വലിയ വനിതാ സംവരണം എന്ന പൊതിഞ്ഞ മറ്റൊരു രീതിയിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ട ഒരു പൊതിയാണ്. അത് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചതിയായി അവതരിപ്പിക്കപ്പെടുകയാണ്. ഇനി ഉത്തരേന്ത്യയുടെ കോളനിയായി ദക്ഷിണേന്ത്യയെ മാറ്റാനുള്ള നീക്കം എന്ന ആക്ഷേപത്തിന് കൂടുതൽ ഊന്നൽ ലഭിക്കും വിധത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ കടന്നു കയറാനുള്ള കുരുട്ട് വിദ്യകളും ഈ ബില്ലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.